നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. നാളെ വില കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. ശരിക്ക് കേൾക്കുക, എല്ലാം ശരിക്ക് കേൾക്കുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് എന്താ പറയുക, അയ്യോ സ്വർണ്ണവില കൂടി എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പോവേണ്ട. മനസ്സിലായില്ലേ? അതിന് മുമ്പ് ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്വർണ്ണവില എന്താകും, ഈ വർഷം എന്താകും, കുറച്ച് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതൊക്കെ അവർക്ക് മറുപടി എന്നോണം കൂടി പറയണമെന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളെല്ലാവരും നിങ്ങൾ ചോദിക്കുക കമൻറ്റിലൂടെ, അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ചില സംശയങ്ങൾക്കൊക്കെ അപ്പോൾ തന്നെ മറുപടി പറയും. ഒരുപാട് സമയം എടുത്ത് പറയേണ്ടതൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് നോക്കുക. ഒരു ഗോൾഡ് കോയിൻ്റെ കമ്പനി ഒരു ഫോർകാസ്റ്റ് നടത്തിയിട്ടുണ്ട്. അവർ സ്വർണ്ണവില എന്താവും എന്നുള്ളത് അവർ കുറച്ച് മുമ്പ് നടത്തിയതാണ്. ഇപ്പോൾ സ്വർണ്ണവില പെട്ടെന്ന് ഒന്നും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് 1000 രൂപയുടെ അടുത്ത് കൂടിയിട്ട് ഒരു 300 രൂപയുടെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്, 400 രൂപയുടെ അടുത്ത്. ഓക്കെ, ഇനി അതിന് മുമ്പ് അവരൊരു ഫോർകാസ്റ്റ് നടത്തിയിരുന്നു. അവർ പറയുന്നത് ഇന്ത്യൻ റിയൽ ഇത്രയൊന്നും അല്ല പറയുന്നത്. ഇന്ത്യൻ റിയൽ വലിയ പൈസയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് റിപ്പോർട്ടുകളും ഫാക്സുകളും എത്തിക്കുക എന്നുള്ളത് ഇന്ത്യൻ റിയലിൻ്റെ ബാധ്യതയാണ്. എന്ത് സംഭവിക്കുക എന്നുള്ളത് ഇന്ത്യൻ റിയലിന് തോന്നുന്നതും ഹൈപ്പോത്തസിസും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ റിയൽ പറയുന്നത് വില അടിച്ച് കയറുമെന്നാണ് പറയുന്നത്. ഒരു വർഷത്തിലൊക്കെ വരുന്ന 2020 വൻ സംഖ്യ ആവുന്നൊക്കെ ഇന്ത്യൻ റിയൽ പറയുന്നത്. 45-ൻ്റെ ഒക്കെ മുകളിലേക്കൊക്കെ പോകുന്നതാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാളും വലിയ വൈദഗ്ധ്യം തെളിയിച്ച ആളുകളുടെ പാനലുകൾ പറഞ്ഞത് അത് ഞാൻ ഇതിൽ ഇടാം. മനസ്സിലായോ? അതിൽ അവർക്കൊക്കെ ചിലപ്പോൾ അജണ്ടകളുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇന്ത്യൻ റിയലൊന്നും വിശ്വസിക്കുന്നില്ല. ഇന്ത്യൻ റിയൽ നല്ല രീതിയിൽ വില വർദ്ധിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഒരു കണക്ക് പ്രകാരം 2021 അവസാനം ആകുമ്പോൾ സ്വർണത്തിന് കേരളത്തിൽ പവന് 43,609 രൂപ. അത് എന്താ പറയുക, ഒരു 45 ഞങ്ങൾ കൂട്ടിക്കോളി, അവരുടെ കണക്കിൽ തന്നെ കൂട്ടിക്കോളി 45 എന്ന്. മനസ്സിലായോ? കാരണം അങ്ങനെയാണ് കേരളത്തിലെ ചില കാര്യങ്ങളൊക്കെ. അത്ര മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഒരു 43,609 എന്ന് പറഞ്ഞാൽ 45,000 രൂപ 2021 ആവുമെന്ന് ഗോൾഡ് കോയിൻ്റെ കമ്പനിയാണ്. ഇനി എന്താ പറയുക, മറ്റു രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും എന്താ പറയുക ചിന്തിച്ച് കൂട്ടാം. എങ്ങനെ ഗോൾഡ് കോയിൻ്റെ കമ്പനിയല്ലേ, അവർ ഗോൾഡ് കോയിൻ കുറേ കച്ചവടമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും എന്ന് ചിന്തിക്കുന്നത് ചിന്തിച്ചോളി, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഞാൻ റിപ്പോർട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുന്നിലുണ്ടല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ളത്. ഏത് നോട്ടടിക്കുക, അടിച്ചിറക്കാന്ന്, അത് ഇനി പറയുന്നില്ലല്ലോ. അത് കേട്ട് മടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇതിലുള്ള മെയിൻ ആൾക്കാർ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30% കൂടുതൽ 30% മാത്രമേ ആളുകളെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുള്ളൂ. ബാക്കി 70% ഓരോ വീഡിയോയിലും കാണുന്നതൊക്കെ പുതിയ ആളുകളാണ് കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞു തന്നിരുന്നുള്ളൂ കേട്ടോ. നോട്ട് അടിച്ചിറക്കാൻ പൈസ ഇതൊന്നും അല്ല, വില കൂടിപ്പോവും. പിന്നെ 3 വർഷം കൊണ്ടുള്ള ഒരു കണക്കും കൂടി ഉണ്ട് അതിൽ. 3 വർഷം കൊണ്ടുള്ള കണക്ക്, അതായത് നിങ്ങൾ ഇത് സ്വർണം വാങ്ങി വെച്ചാൽ മതി, വീട്ടിലിരുന്നാൽ മതി, പൈസ നിങ്ങളുടെ കീശയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. മനസ്സിലായില്ല? പണിയൊക്കൊന്നും പോകണ്ടെന്ന്. പക്ഷേ സ്വർണ്ണം വാങ്ങാൻ എന്ത് വേണം? പൈസ വേണം, അതിന് പണിയെടുക്കണം. ഓക്കെ, അത് ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്, ജോലി ചെയ്യല്ല വേണ്ടത്. എനിവേ ജോലി ചെയ്താലും മതി. നല്ല ഹൈ പേയിങ് ജോബാണെങ്കിൽ ഓക്കെ. ഹൈ പേയിങ് ജോബ് ആണെങ്കിലും ഒരു കാര്യമില്ല, പാസീവ് ഇൻകം വേണം. അതായത് മറ്റുള്ളവർ ജോലി ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് പണം വരുന്ന തന്ത്രം പ്രയോഗിക്കണമെന്ന്. അതാണ് ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരും പാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് നിങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് നീങ്ങുന്നത്, അവരുടെ പണിക്കാരായി മാറാൻ വേണ്ടിയിട്ട്. ഇനി അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ സന്ദർഭോചിതമായി പറഞ്ഞതേ ഉള്ളൂ. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് ഞാൻ പറയാം, 3 വർഷം കൊണ്ട് ഇത് ഒരുപാട് പേർ കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ്. അവരൊക്കെ അവസാനം ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഉത്തരം പറയാത്തതുകൊണ്ട്. അപ്പോൾ 3 വർഷം കൊണ്ട് പറയുന്നത്, അവരുടെ കമ്പനി പ്രകാരം പറയുന്നത് 56,692 രൂപ ആവുമെന്നാണ് പറയുന്നത്. കേരളത്തിലേ സ്വർണ്ണത്തിന് 56,000. ഇന്ത്യൻ റിയൽ അങ്ങനെയല്ല പറയാം, ഇന്ത്യൻ റിയൽ ഭൂം പറഞ്ഞുള്ള സംഖ്യയാണ് പറയാറ്. അപ്പോൾ 56,692 എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ വിപണിയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ റിയൽ അതിലേക്ക് ഒരു ചുവടുവെപ്പ് ഏറെ എടുത്തിട്ടുണ്ട്. അതായത് 60,000 രൂപ. അത് ഞാൻ പറയുന്നത് ഇന്ത്യൻ റിയലിൻ്റെ കണക്കല്ല കേട്ടോ. ഇന്ത്യൻ റിയൽ അതിലേറെ വലിയ പൈസയാണ് പറയുന്നത്. പക്ഷേ അവരുടെ അഭിപ്രായവും കേരളത്തിലെ വിപണികളെ അടിസ്ഥാനപ്പെടുത്തണമല്ലോ. കേരളത്തിലെ പാനലിസ്റ്റുകളൊന്നും അങ്ങനെ പറയാനൊന്നും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പാനലിസ്റ്റൊന്നും ഇല്ല എൻ്റെ അറിവിൽ. ഇനി ഉണ്ടാവും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ, എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും. എനിവേ 60,000 രൂപ ആവുമെന്നാണ് പറയുന്നത് 3 വർഷം കൊണ്ടേ. മനസ്സിലായില്ലേ? ഗോൾഡ് കോയിൻ്റെ കമ്പനിയാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകിയെന്നുള്ളൂ. ഇനി അയ്യോ 3 വർഷം കൊണ്ട് 60,000 അല്ല 70,000 ഒക്കെ ചിലപ്പോൾ ആവും, ഒന്നും പറയാൻ പറ്റില്ല, വേറെ കാര്യം. എനിവേ നെട്ടണ്ട. അപ്പോൾ 40,000 ആയപ്പോൾ ആരെയും നെട്ടിയോ? 42,000 ആയപ്പോൾ ആരെയും നെട്ടിയോ? വെറുതെ നെട്ടൽ രേഖപ്പെടുത്തിയെന്നല്ലാതെ നിങ്ങൾ എന്താ പറയുക, ഉറക്കം എണീറ്റ് പോകുന്നില്ലേ? അതേപോലെ തന്നെ
ഒരു നെട്ടലും ഉണ്ടാവില്ല. 60, 70, 80, 1 ആവും. മനസ്സിലായോ? 1 ലക്ഷമൊക്കെ ആവും. നെട്ടണ്ട, ആരും എപ്രാളം പിടിച്ച് ഓടണ്ട. അത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ. ഈ കറൻസികൾ ഇനി ഇതൊക്കെ എന്താ പറയുക, വേറെ ഡോളറിനെയും മറ്റുള്ള കറൻസികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇന്ത്യൻ കറൻസി ചിലപ്പോൾ അതിനേക്കാളും തകരും. മനസ്സിലായില്ലേ? തകരാതിരിക്കട്ടെ, നമുക്ക് പ്രത്യാശിക്കാം. ഇനി നാളത്തെ കാര്യം പറയാം. നാളെ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെ ഇനി രാത്രികളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി എന്തെങ്കിലും വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും. മനസ്സിലായോ? ഇപ്പോൾ വിലയിൽ മാറ്റമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഫോൺ എറിഞ്ഞ് ചിലപ്പം പോവും. കാരണം കമൻറ്റുകൾ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇനി ആവശ്യമുള്ളവർ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തരാം. എന്താ പറയുക, ഈ അമേരിക്കയിൽ പ്രോബ്ലംസൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥ തുടരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്ന് കൂടിയിരുന്നു. പക്ഷേ ഇപ്പോൾ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലാണ് തുടരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ ഉണ്ട്. എന്താ വെച്ചാൽ ഇന്ത്യറിയലിൻ്റെ പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് പറയുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് സ്വർണം വാങ്ങാം, വിൽക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും. ഇന്ത്യറിയലിന് അതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഇന്ത്യറിയൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അവരുടെ ഫോളോവേഴ്സിന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് പ്രാർത്ഥനയും. ഇന്ത്യറിയലിൻ്റെ പ്രവചനങ്ങൾ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഫോർകാസ്റ്റുകളാണ് പറയുന്നതെങ്കിൽ അത് ഇന്ത്യറിയൽ പ്രത്യേകിച്ച് പറയുകയും ചെയ്യുന്നു. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ല, ഏത് സമയത്തും എന്താ സംഭവിക്കാൻ അറിയില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ അമേരിക്കയിൽ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കെങ്കിലും ഇന്നലെ ഊഹിക്കാൻ കഴിയുമോ? അതുപോലെ എന്തു സംഭവിക്കാം ലോകത്തിൻ്റെ പല ഭാഗത്തും. അതിനനുസരിച്ച് കാര്യങ്ങൾ മാറിയും. പക്ഷേ അവസാനം ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ, അത് ഇന്ത്യറിയലിൻ്റെ വരവിലാണ് വെച്ചാൽ വില കൂടും സ്വർണത്തിന്. അത് യാതൊരു സംശയം വേണ്ട. തകരുന്ന് കരുതി ആരും ഇരിക്കണ്ട. മനസ്സിലായില്ലേ? ഇത് ഇന്ത്യറിയലാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അത് ദൈവം തീരുമാനിക്കും. ബാക്കി നാളെ എന്തെങ്കിലുമൊക്കെ വേറൊരു സിസ്റ്റം വരുമോയെന്നും അറിയില്ലല്ലോ. അതൊക്കെ ദൈവത്തിനെ അറിയുള്ളൂ. ഞാൻ ഈ പഠന റിപ്പോർട്ടിൻ്റെ ബേസിലാണ് പറയുന്നത്, അഹങ്കാരത്തോടെ പറയല്ല. പഠന റിപ്പോർട്ടിൻ്റെ ഇതിൽ പറയാണ് വില കൂടും. കുറച്ച് അഹങ്കാരം കൂടിയോ എന്ന് സംശയം, അതാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.